മൈ ഡിയർ ഫാമേഴ്സ്, അപ്പോൾ കോഴിക്കുഞ്ഞ് വന്ന ആദ്യത്തെ ഒരു ദിവസം നമ്മൾ പേപ്പറിൽ തന്നെ ഫീഡ് കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. പല ആൾക്കാരും അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, നമ്മൾ ഇതേപോലെ പേപ്പറിൽ ഫീഡ് കൊടുക്കണമെന്ന് പറയാനുള്ളൊരു കാരണം, ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 500 നമ്മളൊരു സർക്കിൾ ഒരു റൗണ്ടിൽ നമ്മൾ അത്രയും കോഴിക്കുഞ്ഞുങ്ങളാണ് ഇടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പേപ്പർ വിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സ്ഥലത്തും പോകും. നമുക്കറിയാം, ആ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ ഫസ്റ്റ് വരുന്നത്, അതായത് ഇൻക്യുബേറ്ററിൽ നിന്ന് പിന്നെ പുറത്ത് വരുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതിനെന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഓരോന്നിങ്ങനെ കൊത്തി നോക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ആ കൊത്തുന്ന സമയത്ത് ഫീഡ് തന്നെ അതിന് കിട്ടുമ്പോൾ അതിനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഒരു കോഴിക്കുഞ്ഞിന് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു പേപ്പറിന് പകരം നമ്മൾ ലിറ്റർ വിരിച്ച് ഇപ്പോൾ കാപ്പിത്തൊണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെയാണ് ചില സ്ഥലങ്ങളിലാണ് നമ്മൾ ഫീഡ് വെച്ചിട്ടുണ്ടാവുക, ഫീഡിൻ്റെ പാത്രം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൊത്തി നോക്കുമ്പോൾ അതിന് തീറ്റയല്ല കിട്ടുന്നത്. തീറ്റ വേണമെങ്കിൽ അവിടെ അന്വേഷിച്ച് പോയിട്ട് വേണം തീറ്റ എടുക്കാൻ. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ ജസ്റ്റ് ഒരു ബാച്ചിൽ പേപ്പർ വിരിക്കാത്ത ആൾക്കാരോടാണ് പറയുന്നത്, ഒരു ബാച്ചിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ പേപ്പർ വിരിക്കുക. എന്നിട്ട് കോഴിക്കുഞ്ഞിനെ പ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ എന്തായാലും വെള്ളപ്പാത്രമൊക്കെ വെച്ചിട്ടുണ്ടാവും. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, മാക്സിമം പറയുകയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ അവയുടെ ആ ഫീഡ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഭാഗമുള്ളൂ, ജസ്റ്റ് അവിടെ നിന്ന് തൊട്ട് നോക്കുക. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും അവിടെ ഫീഡ് നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫീഡ് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം, അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്താണ് ഫീഡ് എടുത്ത് നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. എന്നാൽ നിങ്ങൾ പാത്രത്തിലാണ് വെച്ചതെങ്കിൽ നമുക്ക് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇതേപോലെ ഒരേ സമയത്ത് ഒരേപോലെ തീറ്റ എടുക്കുന്ന ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ചില കേസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കോഴികൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ശ്വാസം മുട്ടുന്നത് പോലെ അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയൊക്കെ വരുന്ന അതിൻ്റെ ഒരു സിംറ്റം പോലെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൊക്കുകൊണ്ട് ഇങ്ങനെ വാ പൊളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ കൊത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ കാപ്പിത്തൊണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറോ എന്തെങ്കിലും പോയിട്ട് അതിൻ്റെ ആ ഒരു തൊണ്ടയിലോ അല്ലെങ്കിൽ ലങ്സിലോ പോയിട്ട് കുത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അതിന് ആ ഒരു റെസ്പിറേറ്ററി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലോട്ടൊക്കെ ബ്രൂഡർ ന്യൂമോണിയ അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുന്നത്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ ഫീഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഒരു കോഴിക്കുഞ്ഞിങ്ങനെ തീറ്റ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കൊത്തിയെടുക്കുന്ന കാണുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കോഴിക്കുഞ്ഞ് തീർച്ചയായിട്ടും അതേ ജോലി തന്നെ ചെയ്യും, അതേ പണി തന്നെ തൊട്ടടുത്ത കോഴിക്കുഞ്ഞും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ മൊത്തം എല്ലാവരും ഇതേ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നതോട് തന്നെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും തന്നെ പെട്ടെന്ന് തന്നെ ഫീഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ TFMS പേപ്പർ ഫീഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പണി കുറച്ച് കൂടുതലാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.